ഇന്ന് ഞാൻ 3 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. നേരെ പോയത് പെട്രോൾ അടിക്കാനാട്ടോ. പെട്രോൾ തീർന്ന് വഴി കിടന്ന അനുഭവം ഉള്ളതുകൊണ്ട് ഇനി റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല. നേരെ പിന്നെ ഉമ്മച്ചിനെയും കുഞ്ഞുമോളെയും വിളിക്കാൻ വേണ്ടിയിട്ട് അങ്കൻവാടിക്ക് പോയിട്ട് അവരെയും വിളിച്ച് വീട്ടിലാക്കുന്ന വഴിക്ക് ഞാൻ ചായക്ക് കടി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നേ. അവിടെ നിന്ന് ചായപ്പലഹാരവും മേടിച്ച് നേരെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന പാടെ ഞാനൊരു പരിപ്പോടെയാണ് കഴിച്ചത്. പിന്നെ ഒരു പഴംപൊരിയും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പരിപ്പോടെയും കൂടി കഴിച്ചു ഗൈസ്. അങ്ങനെ 2 പരിപ്പോടെ ഒരു പഴംപൊരിയൊക്കെ കഴിച്ച് എൻ്റെ വിശപ്പടങ്ങി എന്ന് മനസ്സിലായപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വിട്ടു. നേരെ പോയപ്പോൾ രാവിലത്തെ പുട്ടും പയറും അതുപോലെ മീൻ പൊരിച്ചത് ഇരിപ്പുണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം വീട്ടിൽ വരുമ്പോൾ നമുക്ക് വിശപ്പ് കുറച്ച് കൂടുതലാണല്ലോ. അങ്ങനെ നേരെ ഇക്കാടെ വീട്ടിലേക്ക് വന്നു. ഇക്കതാ ചോറുണ്ടോണ്ടിരിക്കുമായിരുന്നു. നേരെ ഇക്കാടെ കഴിഞ്ഞ് 2 വാ ചോറും മേടിച്ച് കഴിച്ചു കേട്ടോ. ഇക്ക വാരിത്തരുന്ന ചോറിന് നല്ല ടേസ്റ്റാണ് ഗൈസ്. അത് ഉമ്മായും കെട്ടിയവനൊക്കെ വാരിത്തരുന്ന ചോറിന് ടേസ്റ്റ് അധികമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതുപോലെ കുഞ്ഞുമോളെ അടുത്ത് ചെന്നപ്പോൾ കുഞ്ഞുമോള് പാവക്കുട്ടിയൊക്കെ ആയിട്ട് ഭയങ്കര കളിയാണ് ഗൈസ്. ഉമ്മയും കൂടാവോന്ന് ചോദിച്ച് എന്നെയും വിളിച്ചിരുത്തി കുറേ നേരം ഞങ്ങൾ രണ്ടുപേരും കൂടി കളിച്ചു കേട്ടോ. അവക്കും കളിക്കാൻ അറിയില്ല, ഞാൻ കൂടിയാലേ അവൾക്ക് എന്തെങ്കിലും അറിയുള്ളൂ. അങ്ങനെ നേരെ വാപ്പി ഞങ്ങൾക്ക് ചിപ്സ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ചിപ്സും ഉണ്ടായിരുന്നു. പിന്നെ ചക്ക വറുത്തതുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ചക്ക വറുത്തൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തുണി മടക്കാനുണ്ടല്ലോ എന്ന് ഓർത്തത്. നേരെ പോയി വേഗം തന്നെ ആ തുണിയെല്ലാം മടക്കി അലമാരിയിലാക്കി കേട്ടോ. അത് അടക്കി ഒതുക്കി വെച്ചപ്പോൾ തന്നെ നല്ല സമാധാനം ഉണ്ടായിരുന്നു കേസ്. അങ്ങനെ ഞാൻ പിന്നെയും പോയി കുഞ്ഞുമോളുടെ കൂടെ ചക്ക വറുത്ത് കഴിച്ചുകൊണ്ടിരുന്നു. നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഉറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണേ.